Good afternoon to all. Good afternoon, ma'am. Good afternoon, ma'am. Yeah, good afternoon. Okay. So let's start today's class with prayer. Set of three. God's love is so wonderful. God's love is so wonderful. God's love is so wonderful. Oh, wonderful love. It's so high, we can get over it. So deep, we can get under it. So wide, we can get around it. Oh, wonderful love. Thank you, ma'am. Okay, Shruti. Then ഞാനാണ് സൽമ. ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ് ആൻഡ് കേൾക്കുന്നില്ലല്ലോ. നോ, വോയിസ് ബ്രേക്ക് ആവുന്നു. കേൾക്കുന്നില്ലല്ലോ നിഹാൽ. ഒട്ടും കേൾക്കുന്നില്ല കേട്ടോ. സോ നെക്സ്റ്റ് ആരാ? കോട്സ് ഞാനാണ് മാം. ഓക്കെ. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. കുഞ്ഞുണ്ണി മാഷ്. ജൂൺ 19 ഇന്ന് വായനാ ദിനാണ്. 1996 മുതൽ കേരള സർക്കാർ ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നു. ജൂൺ 19 മുതൽ 25 വരെയുള്ള ഒരാഴ്ച വായനാവാരമായും വിദ്യാഭ്യാസ വകുപ്പ് ആചരിക്കുന്നു. കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ ഉപജ്ഞാതാവും പ്രചാരകനുമായിരുന്ന പുതുവായിൽ നാരായണ പണിക്കർ എന്ന PN പണിക്കരുടെ ചരമദിനമാണ് ജൂൺ 19. 1996 മുതൽ അദ്ദേഹത്തിന്റെ ചരമദിനം വായനാ ദിനമായി ആചരിക്കുന്നു. ഓക്കെ. ഓക്കെ, എല്ലാ ക്ലാസ്സിലും ഇത് തന്നെയാണ് വായനാ ദിനം. സെയിം കോഡ്. ഓക്കെ, അപ്പൊ 25-ാം തീയതി വരെ വായിക്കാൻ തീരുമാനിച്ചു എല്ലാവരും? വായിക്കാം. വായിച്ചാൽ കോട്ട് എന്തായിരുന്നു? വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചില്ലെങ്കിൽ വിളയും. വളരും എന്നുള്ളതായത് ഉറപ്പാണ് അല്ലേ? വായിച്ചാൽ എന്ത് പറ്റും? വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. അതെ, അതറിയാം. ഈ തോട്ട്സ് ഒക്കെ എന്തിനാണ് എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത് അറിയോ? അത് പ്രാവർത്തികമാക്കും ജീവിതത്തിൽ. അതെ അതെ, ചെയ്യുന്നുണ്ടോ അതിന്റെ ആരെങ്കിലും? ഇടയ്ക്ക് തോട്ട്സ് ഒക്കെ പറയുന്നില്ല. തോട്ട്സ് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ വിടും അല്ലെ, ഉള്ളിലേക്കില്ല. വായനാ ദിനായതുകൊണ്ട് എന്തെങ്കിലും വായിക്കും മിസ്സേ. ഇപ്പൊ തോന്നായി തോട്ട് എടുക്കണ്ടായിരുന്നു എന്ന് ആലോചിച്ചിട്ടുണ്ടാവും അല്ലെ? അല്ല, വായിക്കുന്നത് ഇഷ്ടമാണ്, അതുകൊണ്ട് വായിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. വായിക്കണം. റീഡിങ് നല്ലൊരു ഹാബിറ്റ് ആണ്. അപ്പൊ നമ്മള് മക്കളോടാണെങ്കിലും പറഞ്ഞു കൊടുക്കുക. ഇപ്പൊ എല്ലാവരും മൊബൈൽ ആയതുകൊണ്ട് ഈ ബുക്കിനോടൊന്നും അവർക്കൊരു താല്പര്യമൊന്നുമില്ല. സോ മാക്സിമം റീഡിങ്ങിലേക്ക് കൊണ്ടുവരാൻ നോക്കാം. ഓക്കെ, കുറച്ചു നേരം കിട്ടുന്ന സമയം വായിക്കാം. ഓക്കെ, സോ ക്ലാസ്സിലേക്ക് പോവാം നമുക്ക്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അഡ്ജക്റ്റീവ് ആണ് എടുത്തുകൊണ്ടിരുന്നത് അല്ലെ? അഡ്ജക്റ്റീവ് കംപ്ലീറ്റ് ചെയ്തു. മാർക്കസ് ഉണ്ടായിരുന്നോ? അത് കേൾക്കുന്നുണ്ടായിരുന്നു. പറയൂ. Okay. Good afternoon, teacher and my dear friends. Today I am talking about the topic in the importance of reading books. And then we know, before that we know about the father of Puduvail, Narayana Panikkar. Is first of all, National Reading Day is observed in India on June 19th to
honor the life and work of Puduvayil Narayan Manikar, who is widely regarded as the father of India's library movement. P.N. Panikar was a renowned teacher and educationist from Kerala who dedicated his life to promoting literacy and education in India. And then reading books is a very good habit and play a very important role in everyone's life. It plays a crucial role in enhancing our knowledge and broadening our mind. Books are known to be our best friend. Friendship with good books make you a good person. Reading good books can form you and lead to you in a right direction. Reading books can also improve our memory and reduce stress and increase our mental power, and also increase our personal life. Reading books stimulate our brain muscles and our brain healthy and strong. Reading books also improve our communication skill. It helps to express thoughts in a speech that require lots of words in the vocabulary. Not only does it improve our communication, but also make us a better writer. Reading take us to a word of imagination and enhance creativity. The books are the mystery of human creativity. Without books, life is impossible. Reading daily, one of the best habits one can possess. Reading is the best way for developing our personality. So, today a reader, tomorrow a leader. Thank you. Okay, yeah, very good. Okay, adjectiveന്റെ mock test ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? ക്ലിയർ ആയോ? Then നമ്മൾ noun എടുക്കുന്നില്ല തീരുമാനിച്ചല്ലോ അല്ലെ? Then adverb. Adverb ക്ലാസ്സിൽ പറഞ്ഞിരുന്നല്ലേ ഞാൻ? പറഞ്ഞിരുന്നോ? എന്താ മാം കേട്ടില്ല ഞാൻ. Adverb ക്ലാസ് എടുത്തിരുന്നോ? ആരെന്ത് ചാപ്റ്റർ എടുത്തായിരുന്നല്ലോ, ആഡ്വർബും അഡ്ജക്റ്റീവ്. Adverb കംപ്ലീറ്റ് ചെയ്തോ? എന്നാ മാം പറഞ്ഞത്. ഓക്കെ, അപ്പോ മോക്ക് ടെസ്റ്റോ? മോക്ക് ടെസ്റ്റും വന്നിരുന്നു. adverbും adjective കഴിഞ്ഞു. വെരി വെരി ക്ലിയർ ആണല്ലോ, ഡൗട്ട് ഒന്നുമില്ലല്ലോ. adjective and adverb ക്ലിയർ? ഓക്കെ. ഓക്കെ ആണ്. ഓക്കെ, അപ്പോ adjectiveും adverbും കഴിഞ്ഞു. ഇനി നമ്മൾ ടെൻസിലേക്കാണ് പോകുന്നത്. ടെൻസ് അല്ല, പ്രപ്പോസിഷനിലേക്കാണ് പോകുന്നത്. Preposition, unit 10, preposition. Ma'am, page number. പേജ് നമ്പർ എന്റെ നിങ്ങളുടെ നമ്മുടെ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. യൂണിറ്റ് 10 ആണ്, എന്റെ പേജ് നമ്പർ 99 ആണ്. 98, yes. Okay. Yeah, just wait a second. I'll be back.
Okay, so let's take your notebook and write down the heading, preposition. ക്ലിയർ ആവുന്നില്ല? ക്ലിയർ ആവുന്നില്ലേ? കേൾക്കുന്നുണ്ടോ? ക്ലിയർ? ക്ലിയർ ആണോ? പറയൂ. ഒന്ന് റെസ്പോണ്ട് ചെയ്തില്ല അവര്. എനിക്ക് മഴയാണോ എന്തോന്ന് അറിയില്ല, ചെറിയ രീതിയിലാണ് കേൾക്കുന്നത്. ആണോ? എല്ലാവർക്കോ? ഇനി പ്രോബ്ലം ഉണ്ടെങ്കിൽ പറയൂ. കേൾക്കുന്നുണ്ടോ? ഓക്കെ ആണോ എല്ലാവരും? ഒന്ന് ടെക്സ്റ്റ് ചെയ്യല്ലേ, ക്ലിയർ ആണോ അല്ലയോ എന്ന്. എല്ലാവരും ചെയ്യൂ. ചില സമയത്ത് കേൾക്കുന്നില്ല മാം. ചില സമയത്തോ? ആണോ? ഓക്കെ, just wait second. Okay, clear? Voice clear ആണോ? ഇപ്പൊ ക്ലിയർ ആണ്. ഇപ്പൊ ക്ലിയർ ആണ്. ഓക്കെ, യാ. അപ്പൊ നോട്ട്ബുക്ക് എടുക്കാം, ഹെഡിങ് എഴുതാം, preposition. prepositionല് ഫസ്റ്റ്
Yeah, the first one is at. അച്ചാണ് കേട്ടോ. ഞാൻ പറയുന്നത് നിങ്ങൾ പോയിന്റ് വൈസ് ആയിട്ട് എഴുതാം കേട്ടോ. ഓരോ പോയിന്റ് ആയിട്ട് എഴുതാം. അച്ഛ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് മാത്രമാണ് പറയുന്നത്. അതായത് ബേസിക് ഉള്ള കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ലിങ്കിങ് വേർഡ് ആണ്. മറ്റൊരു നൗണിനെ വേറൊരു നൗണായിട്ട് ലിങ്ക് ചെയ്യുന്ന ഒരു വേർഡ് ആണ് പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത് കേട്ടോ. അതിൽ ഫസ്റ്റ് വൺ അച്ചാണ്. അച്ഛ എവിടേക്കാണ് പൊതുവെ യൂസ് ചെയ്യാറ്? പറയൂ. അച്ഛൻ നമ്മള് ടൈം പറയാൻ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ? നമ്മള് ടൈമിന്റെ കൂടെ എപ്പോഴും പറയുന്ന അച്ചാണ് അല്ലെ? ഫസ്റ്റ് പോയിന്റ് ടൈം എഴുതാം, ടൈം. ആൻഡ് ദ സെക്കൻഡ് വൺ നമ്മള് നൈറ്റ് അല്ലെ, രാത്രി, നൈറ്റ്, മിഡ് നൈറ്റ്, മിഡ് നൈറ്റ് എന്നൊക്കെ പറയാറില്ലേ? അപ്പൊ അച്ഛൻ എന്ന് പറയുന്നത് നൈറ്റിന്റെയും മിഡ് നൈറ്റിന്റെയും കൂടെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ഞാൻ പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ? ഓക്കെ, എന്താണ് എല്ലാവരും ആക്റ്റീവ് അല്ലല്ലോ? എന്ത് പറ്റി? വീണ്ടും പഴയതുപോലെ പോയോ നിങ്ങള്? എനിക്ക് കേൾക്കുന്നില്ല മിസ്സേ, ഇവിടെ ഭയങ്കര ഇടിവെട്ടും മഴയാണ്. എവിടെയാണ് സ്ഥലം? എവിടെയാണ്? മൂവാറ്റുപുഴ, എറണാകുളം ജില്ല തന്നെയാണ്. പക്ഷെ ഭയങ്കര മഴ. ഇപ്പൊ ഇടിവെട്ടും കൂടി ആയതുകൊണ്ട് വൈഫൈ ഒക്കെ ഓഫാക്കി. അതുകൊണ്ട് എനിക്കൊന്നും കേൾക്കണില്ലായിരുന്നു. ഇടിവെട്ടുന്നുണ്ടെങ്കിൽ പിന്നെ ക്ലാസ്സിൽ നിന്ന് പൊക്കോളൂ, കുഴപ്പമില്ല. ക്ലാസ് ആണോ? റിസ്ക് എടുക്കണ്ട. ഓക്കെ, അവിടെ മഴയൊന്നും ഇല്ലല്ലോ. അപ്പോ ടൈം, നൈറ്റ് ആൻഡ് മിഡ് നൈറ്റ്. ദെൻ നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോ അറ്റ് ദി മൊമെന്റ് അല്ലെ, അറ്റ് ദി മൊമെന്റ്, അറ്റ് ദി എൻഡ് എന്നൊക്കെ പറയാറുണ്ട്. പൊതുവെ പറയുന്ന കാര്യം, ജനറലി പറയുന്ന കാര്യങ്ങളാണ്. ദെൻ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ഈസ് സ്പെസിഫിക് പോയിന്റ്. നമ്മളൊരു പെർട്ടിക്കുലർ പോയിന്റ് ഒരു പറയും. ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്ലേസിലെ സ്ഥലങ്ങളിൽ നമ്മൾ അറ്റ് യൂസ് ചെയ്യാറുണ്ട്. പ്ലേസ് പറയുന്നത് പ്ലേസ് എന്ന് പറയുമ്പോൾ കറക്റ്റ് പ്ലേസ്, ആ എക്സാക്ട് പ്ലേസിൽ നമ്മൾ പറയുന്നതാണ് എന്റെ ആക്ട്. അതെങ്ങനെയൊക്കെയാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ കറക്റ്റ് നമ്മൾ പോയിന്റ് വൈസ് എഴുതിയിരുന്നു. പിന്നെ ഹോളിഡേസ് പറയാൻ നമ്മള് പോയിന്റ് വൈസ് എന്ത് ചെയ്തു കേട്ടോ. ഹോളിഡേസ് ഇത്രയും പ്ലേസസിലാണ് നമ്മൾ അറ്റ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ടൈം ആണ്. അതായത് ഐ ഓൾവേസ് ഗോ ടു സ്കൂൾ അറ്റ് 10 o'clock. ഓക്കെ, എക്സാമ്പിൾ എഴുതിക്കോളൂ. ഐ ഓൾവേസ് ഗോ ടു സ്കൂൾ, ഐ ഓൾവേസ് ഗോ ടു സ്കൂൾ at 10 o'clock. I always go to school. Go to school കേട്ടോ. ഞാൻ സ്കൂളില്ല, മിസ്സിംഗ് ആണേ. I always go to school at 10 o'clock. ഓക്കെ, ദെൻ ഒരു ടൈം വെച്ച് എക്സാമ്പിൾ പറഞ്ഞു ആരെങ്കിലും. അതായത് ടൈം അറ്റ് പറയുമ്പോ കറക്റ്റ് ആ സമയം ആയിരിക്കണം കേട്ടോ. അപ്പൊ നമ്മള് 10 മണിയോടുകൂടി ഞാൻ സ്കൂളിൽ പോകും എന്ന് പറയുമ്പോൾ കറക്റ്റ് ടൈം അല്ലല്ലോ അല്ലെ? കറക്റ്റ് ടൈം പറയുമ്പോൾ കറക്റ്റ് 10 മണിക്ക് പോകണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് അറ്റ് യൂസ് ചെയ്യാൻ പറ്റൂ. കറക്റ്റ് ടൈം ആണെങ്കിൽ മാത്രമേ നമുക്ക് അറ്റ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഒരു ഉദ്ദേശം വെച്ചിട്ടാണെങ്കിൽ പോലും നമ്മൾ അറ്റ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? അതായത് അറ്റ് യൂസ് ചെയ്യണ്ടെങ്കിൽ എന്ത് കാര്യമാവട്ടെ, പ്ലേസ് ആണെങ്കിലും ടൈം ആണെങ്കിലും എന്തോ ആവട്ടെ, കറക്റ്റ് ആയിരിക്കണം. ഓക്കെ, ഏകദേശം ഒരു ഉദ്ദേശം വെച്ചിട്ടൊന്നും നമുക്ക് അറ്റ് വെച്ചിട്ട് ഒരു കാര്യവും പറയാൻ പറ്റില്ല. ക്ലിയർ? ഇനിയിപ്പോ നിങ്ങൾക്ക് ഒരു പൊതുവെ സംശയം വരും. ഓക്കെ, കറക്റ്റ് ടൈം ആണെങ്കിൽ അറ്റ് യൂസ് ചെയ്യാം,
കറക്റ്റ് ടൈം ആണെങ്കിൽ അറ്റ് യൂസ് ചെയ്യാം. ഇനി കറക്റ്റ് ടൈം അല്ലെങ്കിൽ ഏത് പ്രപ്പോസിഷൻ യൂസ് ചെയ്യും എന്നൊരു ഡൗട്ട് ഒക്കെ വരും. അത് ഞാൻ വീണ്ടും പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് അറ്റ് ആണ്. വേറെ പ്രപ്പോസിഷൻസ് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, വേറെ പ്രപ്പോസിഷൻസ് വരുന്നത്. ഇതെല്ലാം ഈ പഠിക്കുന്ന എല്ലാ പ്രപ്പോസിഷനും നമ്മൾ പരസ്പരം കണക്റ്റഡ് ആണ് കേട്ടോ. അറ്റ് അറിയണമെങ്കിൽ കുറച്ചുകൂടെ നമ്മുടെ ഇന്ന ഓണ് ഇതൊക്കെ കുറച്ചുകൂടെ അറിഞ്ഞാൽ മാത്രം നമുക്ക് അറ്റ് മനസ്സിലാക്കും. ഇനി ഇന്ന മോള് മനസ്സിലാവണമെങ്കിൽ നമുക്ക് അറ്റ് അറിയണം. അപ്പൊ ഇതെല്ലാം കൂടെ കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് ഇതെല്ലാം പഠിച്ചാലേ നിങ്ങൾക്ക് കുറച്ചുകൂടെ നമുക്ക് കണക്ട് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. എല്ലാ പ്രപ്പോസിഷനും നമ്മൾ നോട്ട്സിൽ എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാം ക്ലിയർ ആവും കേട്ടോ. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ആദ്യമായിട്ട് കേൾക്കുന്നതിന് ബുദ്ധിമുട്ട് ചിലപ്പോൾ ഉണ്ടാകാം. അതൊക്കെ മാറും. ശ്രദ്ധിച്ചിരിക്കും കേട്ടോ. അപ്പോ ഐ ഓൾവേസ് സ്കൂൾ അറ്റ് 10 AM അല്ലെങ്കിൽ 10 o'clock എന്ന് പറയാം, 10 AM പറയാം. ദെൻ ഇനിയിപ്പോ നമ്മള് ഒരു ഒരു നൈറ്റ് ആണെങ്കിലോ നമുക്ക് നൈറ്റ് വെച്ചൊരു എക്സാമ്പിൾ പറയാം. I often go to bed at midnight. I often go to bed midnight. അതായത് ഞാൻ പലപ്പോഴും രാത്രി ഉറങ്ങാൻ പോകുന്നത് അർദ്ധരാത്രിയാണ് എന്നാ പറയുന്നത്. ഓക്കെ, ക്ലിയർ? അപ്പൊ നൈറ്റ് വെച്ചിട്ട് എക്സാമ്പിൾ പറഞ്ഞു. ഇനി എന്താണ് കറക്റ്റ് ഒരു പ്ലേസ്. അതായത് ഇപ്പോ നിങ്ങളിപ്പോ എവിടെയാണ്? എല്ലാവരും എവിടെയാണ്? പറയൂ. വീട്ടില്. വീട്ടിലാണല്ലേ? ഒരിക്കലും നിങ്ങൾ സ്ഥലം പറയരുത് കേട്ടോ. ഞാൻ ചോദിച്ചത് നിങ്ങൾ എവിടെയാണെന്നാണ്. അപ്പൊ നിങ്ങൾ എവിടെയാണോ അവിടെയാണ് പറയുന്നത്. നിങ്ങളിപ്പോ ബസ് സ്റ്റോപ്പിലാകാം, വീട്ടിലാകാം, ലൈബ്രറിയിലാകാം, ഹോട്ടലിലാകാം, എവിടെ വേണമെങ്കിലാകാം. അപ്പൊ നിങ്ങൾ എവിടെയാണ് എന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ നിങ്ങൾ എവിടെയാണെങ്കിൽ അത് അവിടെ പറയാം. അതായത് ഞാൻ എന്റെ വീട്ടിലാണ്, ആരുടെ ഹോം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് പ്ലേസിൽ പറയേണ്ടത്. ക്ലിയർ? ഇനിയിപ്പോ നിങ്ങൾ ലൈബ്രറിയിലാണെങ്കിലോ ബസ് സ്റ്റോപ്പിലാണെങ്കിലോ? ഇനിയിപ്പോ ഇത് ക്ലിയർ ആയല്ലോ. ഒറ്റ എവിടെയാണ് യൂസ് ചെയ്യുന്നത് മനസ്സിലായല്ലോ. എക്സാക്ട് പ്ലേസ്. നിങ്ങൾ എപ്പോ എവിടെയാണ്? ഞാൻ ചോദിക്കാം, നീ ഇപ്പൊ എവിടെയാണ്? നിങ്ങൾ ഒരു സ്ഥലം പറഞ്ഞു. സ്ഥലം പറഞ്ഞ് എനിക്ക് മനസ്സിലാകും? ഇല്ല. നിങ്ങൾ കറക്റ്റ് എവിടെയാണെന്ന് പറഞ്ഞെങ്കിൽ അവിടെ അറ്റ് യൂസ് ചെയ്യണം. ഞാനിപ്പോ ഇന്ന സ്ഥലത്ത് എവിടെയാണ്? ഞാനിപ്പോ കൊല്ലത്ത് എന്ന സ്ഥലത്താണ്. ഐ ആം അറ്റ് ലൈബ്രറി ഇൻ കൊല്ലം. കൊല്ലത്തുള്ള ഒരു ലൈബ്രറിയിലാണ് ഞാൻ എന്ന് പറയണം. മനസ്സിലായോ? അപ്പൊ അറ്റ് യൂസ് ചെയ്യുന്നത് നമ്മൾ കറക്റ്റ് ഒരു എക്സാക്ട് പ്ലേസ് പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് അറ്റ് എന്ന് പറയുന്നത് പ്രപ്പോസിഷൻ. Is it clear? Yes, ma'am. She was at home. She was at home എന്ന് പറയാം. She was at home. വീട്ടിലായിരുന്നു. She's at home എന്ന് പറയും. അവിടെ വീട്ടിലാണ്. നിങ്ങളുടെ വീട്ടിലാണ് I am at home എന്നും പറയാം. ഓക്കെ, ബസ് സ്റ്റോപ്പ് ആണെങ്കിൽ I am at bus stop. അല്ലെങ്കിൽ ഹോട്ടലാണെങ്കിൽ I am at hotel. ഒക്കെ പറയാം കേട്ടോ. ഇനി അപ്പൊ പ്ലേസ് മനസ്സിലായി. ഇനി എന്താണ് അറിയേണ്ടത്? ഇനി അച്ഛന് ഹോളിഡേയ്സ് നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. ഹോളിഡേയ്സ് പറയുന്നുണ്ട്. ടെക്സ്റ്റിൽ ടൈം പറയുന്നുണ്ട്. നൈറ്റിന്റെ കൂടെ സൺസെറ്റ് അതൊക്കെ നമ്മൾ അച്ഛൻ യൂസ് ചെയ്യാം. പോയിന്റ് ഓഫ് ഇയർ, ഹോളിഡേയ്സ്, ക്രിസ്മസ്. അറ്റ് ക്രിസ്മസ് എന്ന് പറയാം. അറ്റ് ക്രിസ്മസ് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ആ ഒരു പീരീഡിലാണ് നമ്മൾ അറ്റ് പറയുന്നത്. ഓക്കെ, അപ്പോ ക്രിസ്മസ് ആണെങ്കിൽ ഇപ്പോ ഞാൻ പറയാണ് ഐ വിൽ മീറ്റ് യു അറ്റ് ഓണം. ഞാൻ നിന്നെ ഓണത്തിന് മീറ്റ് ചെയ്യാം. ഓണത്തിന് മീറ്റ് ചെയ്യും എന്ന് പറയുമ്പോ ഓണം ഞാൻ പറയുന്നത് കറക്റ്റ് ഓണം ഒരു ഡേറ്റിനല്ല. ഓണം ആ ഒരു പെർട്ടിക്കുലർ പീരീഡ്. ഓണം എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവൽ ആണല്ലോ. ഇത്ര ഡേയ്സ് എന്താണ് നമുക്ക് ഓണം ആഘോഷിക്കാറുണ്ട്. അപ്പൊ ഓണത്തിന്റെ ഏതെങ്കിലും ഒരു ദിവസം ഞാൻ മീറ്റ് ചെയ്യുമെന്നാണ് ഈ അറ്റ് ഹോളിഡേക്ക് നമ്മൾ പറയുന്നത്. ഓക്കെ, ക്ലിയർ? മനസ്സിലായോ? അല്ലാതെ ഇന്നൊരു ഡേറ്റിന് നിന്നെ കാണുമെന്നല്ല പറയുന്നത്.
ഒരു ഹോളിഡേ ഞാൻ നിന്നെ മീറ്റ് ചെയ്യും, ഓണത്തിന് ഞാൻ മീറ്റ് ചെയ്യുമെന്ന് പറയും. ഓണത്തിന് ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും മീറ്റ് ചെയ്യുന്നത്. ക്ലിയർ? ഇനി ഞാൻ ഇത് വേറൊരു ടെൻസ് ഒരു പ്രപ്പോസിഷൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് മനസ്സിലാവും കേട്ടോ. ഐ മീറ്റ് അറ്റ് ഓണം ഇങ്ങനെയും പറയുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? യെസ് മാം. യെസ്. അപ്പൊ ഹോളിഡേ പറഞ്ഞു. ഇനി നമുക്ക് അച്ഛന് നമുക്ക് അരികെ, നമ്മുടെ അടുത്ത് എന്നൊരു മീനിങ് കൂടി ഉണ്ട് കേട്ടോ. അടുത്ത് മീൻസ് നിയർ, നമ്മൾ നിയർ പറയാറില്ലേ, അതുപോലെ തന്നെ അച്ഛന് നമുക്ക് അടുത്തൊരു മീനിങ് ഉണ്ട്. ഇപ്പൊ ഐ വിൽ ഷി സാറ്റ് അറ്റ് ദ ടേബിൾ എന്ന് പറയാം. ഷി സാറ്റ് അറ്റ് ദി ടേബിൾ, അതായത് അവള് ടേബിളിനടുത്ത് ഇരുന്നു എന്നാ പറയുന്നത്. അപ്പൊ അടുത്ത് എന്ന് യൂസ് ചെയ്യാൻ നമ്മൾ അറ്റ് അവിടെ യൂസ് ചെയ്താൽ ഷി സാറ്റ് നിയർ ദ ടേബിൾ എന്ന് പറയാം, ഷി സാറ്റ് ബിസൈഡ് ദ ടേബിൾ എന്ന് പറയാം. ഇതെല്ലാവരും എന്താണ്? പ്രപ്പോസിഷൻസ് ആണ്. അപ്പൊ അച്ഛനെ ഇങ്ങനെ ഒരു അരികെ എന്നൊരു മീനിങ് കൂടെ ഉണ്ട്. ഓക്കെ, ക്ലിയർ? മനസ്സിലായോ? പറയൂ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഇപ്പൊ എന്തൊക്കെ പറഞ്ഞു? ടൈമിൽ യൂസ് ചെയ്യാം, നൈറ്റിൽ യൂസ് ചെയ്യാം, ഒരു എക്സാക്ട് പ്ലേസ്, ഹോളിഡേസ്, പിന്നെ അരികെ എന്നൊരു മീനിങ് ഉണ്ട്. ഇത്രയും സ്ഥലങ്ങളിൽ നമ്മൾ എന്ത് അറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾസ്, കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ ഞാൻ പറഞ്ഞു. ഓക്കെ, ഇനി നിങ്ങൾ എക്സാമ്പിൾസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് എല്ലാവരും ക്രിയേറ്റ് ചെയ്തേ. She sat at the table. Yeah, she sat at the table. അങ്ങനെ ടേബിൾ എടുത്തിരുന്നു. പൂച്ചയാണെങ്കിലോ അല്ലെങ്കിൽ ഒരാണെന്റെ അടുത്തിരുന്നു. She sat at me. അവൾ എന്റെ അടുത്തിരുന്നു. She sat at me എന്ന് പറയാം. ഓക്കെ, ക്ലിയർ? എക്സാമ്പിൾ ഇപ്പൊ ഞാൻ പറഞ്ഞ എല്ലാ പോയിന്റുകൾ ക്ലിയർ ആയെങ്കിൽ നിങ്ങൾ എക്സാമ്പിൾസ് ഒന്ന് ക്രിയേറ്റ് ചെയ്തേ. എല്ലാവരും ക്രിയേറ്റ് ചെയ്യൂട്ടോ. എല്ലാവരും ടെക്സ്റ്റ് ചെയ്യൂ. മനസ്സിലായെങ്കിൽ മനസ്സിലായെന്ന് പറയും, ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? അച്ഛൻ പറഞ്ഞ പ്രപ്പോസിഷനെ കുറിച്ച് ഞാൻ ഇപ്പോ പറഞ്ഞതില് എന്തൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി? ഒന്ന് പ്രസന്റ് ചെയ്ത് എല്ലാവരും. അതായത് അച്ഛൻ നമുക്ക് ടൈം പറയുമ്പോൾ യൂസ് ചെയ്യാം, പിന്നെ മിഡ് നൈറ്റ് പറയുമ്പോൾ യൂസ് ചെയ്യാം, സ്പെസിഫിക് പോയിന്റ് നമ്മൾ എവിടെയാണ് എക്സൈറ്റഡ്, നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്. ഞാൻ ഓഫീസിലാണ്, ഓഫീസ് എന്ന് പറയാം. ഹോളിഡേസ് പറയുമ്പോൾ ഒരാള് ഹോളിഡേയുടെ കൂടെ പറയുന്നത് ഡേറ്റ്സ് അല്ല അവിടെ പറയുന്നത്, ഒരു പർട്ടിക്കുലർ പീരീഡ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളിൽ നമ്മൾ അച്ഛൻ യൂസ് ചെയ്യാറുണ്ട്. The drama will start at 9 o'clock. Yeah, 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. കറക്റ്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് എല്ലാവരും നെക്സ്റ്റ് ചെയ്യട്ടോ. അങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് മാത്രമേ പഠിക്കുള്ളൂ. എല്ലാവരും നെക്സ്റ്റ് ചെയ്യൂ. സജിത ടെക്സ്റ്റ് ചെയ്തു. ബാക്കി എല്ലാവരും നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യണ്ട, നിങ്ങളൊന്ന് പറഞ്ഞു പ്രസന്റ് ചെയ്തു എല്ലാവരും. സജിതയ്ക്ക് എന്താണ് മനസ്സിലായത്? അറ്റ് പ്രപ്പോസിഷനെ കുറിച്ച് എന്താണ് മനസ്സിലായത്? ഒന്ന് പറഞ്ഞേ. മാം, അറ്റ് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് ടൈം വരുമ്പോ, പിന്നെ ഹോളിഡേയ്സ് അങ്ങനെ വരുമ്പോ, പിന്നെ കറക്റ്റ് ഒരു എക്സാക്ട് പ്ലേസ് പറയുമ്പോ അങ്ങനെയൊക്കെയാണ്. പിന്നെ ചിലയിടത്ത് അത്ര നമുക്ക് മനസ്സിലായത്. ആണോ മനസ്സിലായത്? എക്സാമ്പിൾസ് ഒന്ന് പറഞ്ഞേ. ഓരോ പോയിന്റും വെച്ചിട്ട് ഒരു എക്സാമ്പിൾസ് പറഞ്ഞേ. ഫസ്റ്റ് ടൈം ഞാനിപ്പോ
ടൈപ്പ് ചെയ്ത എക്സാമ്പിൾ ആണ് ടൈമിന്റെ. ഓക്കെ. പിന്നെന്താ അടുത്തത്? സജിത പോയി. ഇനി നെക്സ്റ്റ് ആരാ? ശ്രുതി പറയൂ. എന്താണ് നിങ്ങൾ എന്തൊരു സൈലന്റ് ആണ് ക്ലാസ്സിൽ? എന്ത് പറ്റി എല്ലാവർക്കും? എടുത്ത പോർഷൻസ് ഒന്നും മനസ്സിലാവുന്നില്ലേ? അതാണോ? നിങ്ങൾക്ക് ഞാൻ എടുത്തത് മനസ്സിലാവുന്നുണ്ടോ? എന്തോ ഒന്നും മിണ്ടാത്ത നിങ്ങള് പറയൂ. മനസ്സിലാവുന്നുണ്ട്. അത് ബാക്കിയൊക്കെ ഓക്കെയാണ്. ഈ ഹോം ഐ ആം അറ്റ് ഹോം, അതായത് ഒരു പ്ലേസ് എക്സ് അത് വരുമ്പോൾ മാത്രം അവിടെ ഇന്ന അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഞാൻ അവിടെ ഇന്നേ ചേർക്കും. അതാണ് എന്റെ ഡൗട്ട്. അത് ഇന്ന പ്രപ്പോസിഷൻ നിങ്ങൾക്ക് ഉണ്ട്. ഇന്ന പ്രപ്പോസിഷൻ നിൽക്കുമ്പോൾ ആ ഡൗട്ട് നിങ്ങൾക്ക് മാറും. കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഓക്കെ. അതായത് പറയണമെങ്കിൽ പറയാം, പക്ഷെ ഡൗട്ട് വരും. അതായത് നിങ്ങളിപ്പോ എവിടെയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്ഥലം പറയും. ഐ എക്സാമ്പിൾ ആണെങ്കിൽ എറണാകുളം. ഞാൻ എറണാകുളം. എറണാകുളം. ഞാൻ ചോദിക്കും എറണാകുളം നിങ്ങൾ എവിടെയാണ് എന്ന് ചോദിക്കുമ്പോ നിങ്ങൾക്ക് എന്ത് പറയാം? അപ്പോ ബസ്സിലാണെങ്കിൽ എന്ത് പറയും? ഐ ആം അറ്റ് ബസ്. ഓക്കെ. അതാണ് ഞാൻ പറഞ്ഞത്. അറ്റ് പഠിക്കുമ്പോ അറ്റ് മാത്രം പഠിച്ചുമ്പോൾ ആയില്ല, കൂടെയുള്ള പ്രപ്പോസിഷനും കൂടെ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറയുന്ന ഡൗട്ട് മാറും. കാരണം പ്ലേസ് പറയുമ്പോഴും ബസ് പറയുമ്പോഴും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രപ്പോസിഷൻ വേറെയാണ്, അറ്റല്ല. അറ്റ് യൂസ് ചെയ്യുന്ന ഇത്രയും സ്ഥലങ്ങളിൽ മാത്രമാണ്. ഓക്കെ, ക്ലിയർ? അതർവൈസ് നിങ്ങൾക്ക് അറ്റ് ഈ പ്രപ്പോസിഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയോ? ബാക്കി എല്ലാ ഡൗട്ടും വിടും. കാരണം നിങ്ങളിപ്പോ ചിന്തിക്കുന്ന വേറെ പ്രപ്പോസിഷനെ കുറിച്ചിട്ടാണ്. അത് വിട്ടിട്ട് അറ്റ് ക്ലിയർ ആയോ ഇല്ലെങ്കിൽ? ക്ലിയർ ആണോ? അല്ല അല്ലെന്നാണോ പറയുന്നത്? നമുക്ക് അടുത്ത പ്രപ്പോസലിലേക്ക് പോയാൽ ശരിയാവില്ല. ഇത് ക്ലിയർ ആയാൽ മാത്രമേ ഞാൻ അടുത്തേക്ക് പോകൂ. പറയൂ, ക്ലിയർ ആയോ ഇല്ലയോ? നിങ്ങൾക്ക് പറയാനുള്ളത് പറയൂ. ഡൗട്ട് ആണെങ്കിൽ ചോദിക്കൂ. എന്നെ കൊണ്ട് അവിടെ ഇരുന്ന് ഞാൻ ക്ലിയർ ആക്കി തരാം. ഒരു വട്ടം കൂടി പറഞ്ഞ് മനസ്സിലാക്കി തരുമോ? നമുക്ക് ഡൗട്ട് വന്നിരിക്കുന്നത് പ്ലേസിലാണ്. സമയം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 10 മണിക്ക് നിന്നെ മീറ്റ് ചെയ്യും എന്ന് പറയുമ്പോൾ 10 മണിക്ക് തന്നെ ഞാൻ മീറ്റ് ചെയ്യും, ഉറപ്പാണ്. നമ്മളൊരു ഫിക്സ്ഡ് ടൈം നമ്മൾ പറഞ്ഞാണ് 10 മണി. അതായത് ഓഫീസ് 10 മണിക്ക് ഓപ്പൺ ചെയ്യും. ഇതൊക്കെ പറയുമ്പോൾ നമ്മളോട് അറ്റാണ് യൂസ് ചെയ്യണം. കാരണം കറക്റ്റ് ടൈമാണ്. ആ 10 മണി കിട്ടും ഒരു മാറ്റവും അവിടെ ഇല്ല. കറക്റ്റ് ടൈം ആയതുകൊണ്ടാണ് നമ്മൾ അറ്റ് യൂസ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ പറയുകയാണ് ഞാൻ 10 മണിയോട് കൂടി ഞാൻ അതിനെ കാണാൻ വരാം എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഉറപ്പുണ്ടോ 10 മണിക്ക് തന്നെ പോകുന്നത്? ഉണ്ടോ? ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ പറയും 10 മണിക്ക് ഞാൻ വരും കേട്ടോ എന്ന് പറയും. ഉറപ്പില്ലാത്തത് കൊണ്ടല്ലേ 10 മണിയോട് കൂടി ഞാൻ വരുമെന്ന് പറയുന്നത്, അല്ലേ? ആണോ അല്ലേ? റെസ്പോണ്ട് ചെയ്യൂ. എന്താ റെസ്പോണ്ട് ചെയ്താൽ ഇത് പറയാൻ പറ്റും? അതെ. അപ്പോ മലയാളത്തിലാണെങ്കിൽ പോലും നമ്മൾ യൂസ് ചെയ്ത 2 വാക്കുകളാണ്. 10 മണിയോടുകൂടി 10 മണിക്ക് എന്ന് പറഞ്ഞു. മലയാളം കേൾക്കുമ്പോൾ പോലും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ രണ്ടും രണ്ടാണെന്ന്, അല്ലെ? അതുപോലെ ഇംഗ്ലീഷ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണ്ടേ ഇത് രണ്ടും രണ്ടാണെന്ന് മനസ്സിലാക്കാൻ പറ്റണ്ടേ? അപ്പൊ ഇംഗ്ലീഷിലും നമ്മൾ രണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് എന്താണ്? പ്രപ്പോസിഷൻ ആണ്. കാരണം കറക്റ്റ് ടൈമിൽ യൂസ് ചെയ്യുന്ന പ്രപ്പോസിഷനും നമ്മൾ ഉദ്ദേശത്തോടെ പറയുമ്പോ യൂസ് ചെയ്യുന്ന പ്രപ്പോസിഷനും രണ്ടും രണ്ടാണ്.
സോ പ്രപ്പോസിഷൻ വരുമ്പോഴാണ് നമുക്ക് ഈ സെന്റൻസുകൾ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവാം. ഐ വിൽ മീറ്റ് യു അറ്റ് 10 o'clock. ഞാൻ 10 മണിക്ക് തന്നെ മീറ്റ് ചെയ്യും. കാരണം അവിടെ അറ്റ് യൂസ് ചെയ്തുകൊണ്ടാണ് അവൾ കറക്റ്റ് 10 മണിക്ക് കാണും എന്ന് പറയാൻ കാരണം അവിടെ അറ്റ് യൂസ് ചെയ്തുകൊണ്ടാണ്. മനസ്സിലായോ? അതർവൈസ് ഒരു 10 മണിയോട് കൂടി മീറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരിക്കലും നമ്മൾ അറ്റ് യൂസ് ചെയ്യാൻ പാടില്ല. അതിന് പകരം യൂസ് ചെയ്യേണ്ട വേറൊരു പ്രപ്പോസിഷൻ ഉണ്ട്. അതിപ്പോ ഞാൻ പറയുന്നത് കാരണം അതൊക്കെ എടുക്കാനുണ്ട്. മനസ്സിലായോ? അപ്പൊ അറ്റ് യൂസ് ചെയ്യേണ്ട സ്ഥലം മനസ്സിലായോ? അത് മാത്രം മനസ്സിലാക്കൂ. 10 മണിയോട് കൂടി എന്ന് പറയുന്നത് വിട്ടേക്കും. അത് കാരണം വേറെ പ്രപ്പോസിഷൻ ആണ്. അത് ആ പ്രപ്പോസിഷൻ പഠിക്കുമ്പോൾ ഞാൻ പഠിപ്പിക്കാം. ഇപ്പൊ അറ്റ് യൂസ് ചെയ്യേണ്ടത് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇന്ന സ്ഥലങ്ങളിലാണ് അറ്റ് യൂസ് ചെയ്യുക എന്ന് മാത്രം പഠിക്കും. എല്ലാ പ്രപ്പോസിഷനും പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്നത് എവിടേക്കാണ് അത് ഇവിടേക്കാണ് യൂസ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ അപ്പോൾ കിട്ടും. കാരണം നിങ്ങൾ പഠിക്കുന്നത് അറ്റ്, ഓൺ, ഇൻ, ഡ്യൂറിങ്, ബൈ, ഫോർ, സിൻസ്, ബിറ്റ്വീൻ. ഇത്രയും പ്രപ്പോസിഷൻസ് നമ്മൾ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. ഇതെല്ലാം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എവിടേക്കാണ് യൂസ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഇപ്പോൾ വന്ന കൺഫ്യൂഷൻസ് ഈ ബാക്കിയുള്ള പ്രപ്പോസിഷൻ എടുക്കുമ്പോൾ ക്ലിയർ ആവും. ഓക്കെ, അപ്പോ അത് ക്ലിയർ ആവണമെങ്കിൽ ഞാൻ പഠിപ്പിക്കുന്ന ഓരോ പ്രപ്പോസിഷൻ നിങ്ങൾ പഠിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റൂ. മനസ്സിലായോ? കാരണം എല്ലാ പ്രപ്പോസിഷനും തമ്മിൽ കണക്റ്റഡ് ആണ്. ഇപ്പൊ ഫോറും സിൻസും തമ്മിൽ കണക്ഷൻ ഉണ്ട്. ഇൻ, ഓൺ, ആറ്റ്, ഇത് മൂന്നും തമ്മിൽ കണക്ഷൻ ഉണ്ട്. ഇത് മൂന്നും പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ മൂന്നും തമ്മിൽ എങ്ങനെയൊക്കെയാണ് ഇത് തമ്മിൽ കണക്റ്റഡ് ആയത്, എന്തൊക്കെയാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് ഈ മൂന്നും പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. പക്ഷെ ഈ മൂന്നും എനിക്ക് ഒന്നിച്ച് ഒരു ക്ലാസ്സിൽ എടുക്കാൻ പറ്റില്ല, കൺഫ്യൂഷൻ കൂടും. അപ്പൊ ഓരോ പ്രപ്പോസിഷൻ വെച്ചിട്ട് ഓരോ ക്ലാസ്സിൽ പറഞ്ഞു പോകാം. ഓക്കെ, ക്ലിയർ ആണോ? ഇപ്പൊ നൈറ്റ്, മിഡ് നൈറ്റിന്റെ കൂടെ അറ്റ് യൂസ് ചെയ്യാന്ന് പറഞ്ഞു. ഇനിയിപ്പോ മോർണിംഗ് ആണെങ്കിൽ എന്ത് യൂസ് ചെയ്യും? അറ്റ് മോർണിംഗ് എന്ന് യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ടോ നിങ്ങള്? അറ്റ് മോർണിംഗ് കണ്ടിട്ടുണ്ടോ? പക്ഷെ ഇൻ മോർണിംഗ് കണ്ടിട്ടുണ്ട് അല്ലേ? മനസ്സിലായോ? അപ്പൊ ഓരോന്നിനും ഓരോ പ്രപ്പോസിഷനാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പൊ അറ്റ് എവിടേക്കാണ് യൂസ് ചെയ്യേണ്ടത് ആദ്യം പഠിക്കാം. ഇനി അറ്റ് ഏർലി മോർണിംഗ് എന്ന് പറയോ? അറ്റ് ഏർലി മോർണിംഗ്. അറ്റ് ഏർലി മോർണിംഗ് നമ്മള് അറ്റ് ഏർലി മോർണിംഗ് പറയാന്ന് വെച്ചാല് പറയാൻ പറ്റും. എക്സാക്ട് ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ അതിനേക്കാളും ഏർലി ഒക്കെ വരുമ്പോൾ നമുക്ക് ഏറ്റവും നല്ലത് ഒന്നും യൂസ് ചെയ്യാത്തതാണ്. പ്രപ്പോസിഷൻ യൂസ് ചെയ്യേണ്ട ആവശ്യം വരില്ല. ഐ വേക്കപ്പ് ഏർലി ഇൻ ദ മോർണിംഗ് എന്നാണ് നമ്മൾ പൊതുവെ പറയാറ് അല്ലെ? ഞാൻ എന്നും രാവിലെ എണീക്കും എന്ന് പറയുമ്പോൾ ഐ വേക്കപ്പ് ഏർലി ഇൻ ദ മോർണിംഗ് ഇങ്ങനെയാ പറയാറ്. ശരിയല്ലേ? അപ്പൊ ഏർലിക്ക് മുൻപ് നമ്മൾ പ്രപ്പോസിഷൻ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. മാം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? എപ്പോഴും നൗണിന് ശേഷമാണോ പ്രപ്പോസിഷൻ നമ്മൾ യൂസ് ചെയ്യുക? ഓക്കെ, ശേഷമല്ല, നൗണിന് മുൻപൊക്കെയാണ് യൂസ് ചെയ്യാം. മുൻപോ ശേഷോ രണ്ടിനും നടക്കുക വരാറുണ്ട്. ഓക്കെ, ക്ലിയർ? ഇനി മനസ്സിലായത് എന്താണെന്ന് പറഞ്ഞേ. പറയൂ. മാം, പ്രിപ്പോസിഷൻ അറ്റിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അതൊരു ടൈമിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷനാണ്. നൈറ്റ് അതിനുള്ള ടൈമിലും അറ്റ് നമ്മൾ പറയും. പിന്നെ അറ്റ് ദി എൻഡ്, അറ്റ് ദി മൊമെന്റ് എന്നുള്ള സ്ഥലത്തൊക്കെ നമ്മൾ അറ്റ് ഫസ്റ്റ് യൂസ് ചെയ്യും. പിന്നെ ഒരു എക്സാക്ട് പ്ലേസിലാണ് നമ്മൾ ഉള്ളത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടും അറ്റ് യൂസ് ചെയ്യും. എക്സാമ്പിൾസ് ഞാൻ എഴുതിയത് പറയാം. ഐ ഗോ ടു ദി എയർപോർട്ട് അറ്റ് 9 AM. I am at the hospital. I always eat dinner at 10 o'clock. I will meet you at the evening. അതാണ് മാം. ഓക്കെ, ഇരിക്കട്ടെ, മനസ്സിലാവും. കുറച്ചും കഴിയുമ്പോൾ ക്ലിയർ ആവും കേട്ടോ. ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്സ് നോട്ട്സിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ എനിക്ക് എല്ലാ പ്രപ്പോസിഷനും പഠിച്ചു കഴിയുമ്പോൾ അത് ക്ലിയർ ആകും.
പിന്നെ ഒരു കാര്യം, നിങ്ങൾ എഴുതുന്ന സെന്റൻസ് കറക്റ്റ് ആവണമെന്നില്ല. ഗ്രാമറ്റിക്കലി നിങ്ങൾ എഴുതുന്ന സെന്റൻസ് ഒന്നും കറക്റ്റ് ആവണമെന്നില്ല. അത് ഞാനിപ്പോ കറക്റ്റ് ചെയ്യില്ല കേട്ടോ. കാരണം നമ്മളിപ്പോ പഠിക്കുന്ന പ്രപ്പോസിഷൻ ആണ്. അതുകൊണ്ട് പ്രപ്പോസിഷൻ നിങ്ങൾ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. സെന്റൻസിൽ മിസ്റ്റേക്ക് വരാം, കാരണം അത് ടെൻസ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ആ സെന്റൻസിൽ മിസ്റ്റേക്ക് മനസ്സിലാവും. ഓക്കെ, then ഇനി who's next? ഞാൻ പറയാം, മനസ്സിലായിട്ട് പറയൂ കേട്ടോ. പഠിച്ചു പോകും. എടുക്കുന്ന പോർഷൻസ് അന്നന്ന് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇൻടേക്ക് ഒന്നും വെക്കണ്ട. നെക്സ്റ്റ് ആരാ പറയാ? ആരും പറയുന്നില്ല. ആർക്ക് മനസ്സിലായില്ല? എന്താണ് ക്ലാസ് ഭയങ്കര ശോകമാണല്ലോ. എന്ത് പറ്റി? എല്ലാവർക്കും എന്ത് പറ്റി? ബോറടിച്ചോ ക്ലാസ്? മാം ഞാൻ പറയാം. ഹലോ മാം, പറഞ്ഞോളൂ. എന്ന് തോന്നുന്നു. പ്രപ്പോസിഷൻ പറഞ്ഞ ഒരു വേർഡിനെ വേറൊരു വാക്കുമായി കൂട്ടിച്ചേർക്കാൻ ഉപയോഗിക്കുന്ന അതിനെയാണ് നമ്മൾ പ്രപ്പോസിഷൻ പറയുന്നത്. നമ്മൾ അറ്റാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ടൈം, സമയത്തെ പറയാൻ രാത്രി, മിഡ് നൈറ്റ്, ഒരു ഒരു മൊമെന്റ്, ഏതെങ്കിലും ഒരു പ്രത്യേകമായ ഒരു സന്ദർഭത്തെ വിശേഷിപ്പിക്കാൻ, ഒരു എക്സാക്ട് പ്ലേസ് ഇതിനെ സൂചിപ്പിക്കാൻ, അല്ലെങ്കിൽ ഹോളിഡേയ്സ്, ഇവയൊക്കെ പറയാനായിട്ട് നമ്മൾ അറ്റ് ഉപയോഗിക്കുന്നു. അതിലും ഞാൻ എഴുതിയ 2-3 എക്സാമ്പിൾസ് പറയാം. The bus arrives at 7 p.m. Film will start at 11 a.m. We see stars at night. Okay, ma'am. Okay, yeah. Then, who's next? നിങ്ങൾ അച്ഛന്ന് പറഞ്ഞ പ്രപ്പോസിഷൻ ഞാൻ ഏകദേശം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇനി നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യും കേട്ടോ, സെർച്ച് ചെയ്യാം. അറ്റ് എങ്ങനെയൊക്കെ എവിടെയൊക്കെ യൂസ് ചെയ്യാം. ഇതിൽ കൂടുതൽ സ്ഥലങ്ങളിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ പഠിക്കും. കാരണം ഞാനിത് ജസ്റ്റ് നിങ്ങൾ ബിഗിനേഴ്സ് ആണ്, ടെക്സ്റ്റ് ഇത്രയും കാര്യങ്ങൾ പറയുന്നുള്ളൂ എന്നുകൊണ്ട് മാത്രം ജസ്റ്റ് ഒന്ന് പറയുന്നുള്ളൂ കേട്ടോ. നിങ്ങൾ സെർച്ച് ചെയ്യും. ഒരുപാട് കാര്യങ്ങൾ പ്രപ്പോസിഷനെ കുറിച്ച് അറിയാൻ പറ്റും. പ്രപ്പോസിഷൻ പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. ടെൻസിലേക്ക് പോകുമ്പോൾ നമുക്ക് പ്രപ്പോസിഷൻ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, അതുകൊണ്ട് മാക്സിമം നിങ്ങൾ സെർച്ച് ചെയ്യാം. നെക്സ്റ്റ് ഞാനാ പറയാ. നെക്സ്റ്റ് ഞാനാണ്. ആരും പറയുന്നില്ല. ക്ലാസ്സിൽ കുറച്ചു പേരൊന്നും ഇല്ലല്ലോ. ഹംസനാണോ? നിങ്ങളുടെ ഗ്രൂപ്പൊക്കെ ആക്റ്റീവ് ആണോ? ഇംഗ്ലീഷ് ലേണിംഗ് ഇംഗ്ലീഷ് എവിടെ വരെ എത്തി? എന്താണ് ഒന്നും ഉണ്ടാക്കി നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? കേൾക്കുന്നുണ്ടോ സാഗര? എന്താണ് ഞാൻ ഒറ്റയ്ക്ക് വർത്തമാനം പറയുന്നു, ആരും കമ്പനി എടുക്കുന്നല്ലോ. സാഗര, മൃദുല കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? മാം കേൾക്കുന്നുണ്ട്. എന്തൊന്നും ഉണ്ടാക്കി? അത് അറിയാത്തോണ്ടാണ് മാം. ഇംഗ്ലീഷ് ക്ലാസ്സിലാണ് നമ്മൾ ഇത്ര സൈലന്റ് ആയിട്ട് ഇരിക്കുന്നത്. ഞങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ്. അറിയുന്നത് പോലൊക്കെ പറയുന്നുണ്ട്, കൂടുതൽ ചിന്തിക്കുന്നത് അങ്ങനെ ചിന്തിച്ച് പോവാണ്. എന്റെ ഒരു അവസ്ഥയാണ് കേട്ടോ. ക്ലിയർ ആവും, പേടിക്കണ്ട. ഓക്കെ, നിങ്ങള് ടെൻഷൻ ഒന്നും അടിക്കണ്ട. അതൊക്കെ സിമ്പിൾ ആണ്, പഠിച്ചു വരുമ്പോ മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് ഫസ്റ്റ് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അവിടെ നിൽക്കട്ടെ, കൺഫ്യൂഷൻ ഒന്നും വരുത്തണ്ട. ഓക്കെ, എല്ലാം ക്ലിയർ ആക്കി തരാം. ഇനി അങ്ങോട്ട് പോകുന്നതോറും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. കാരണം ടെൻസിലൊക്കെ പോകുമ്പോൾ ഇതെല്ലാം നമ്മുടെ കയ്യിൽ വേണം. അഡ്ജക്റ്റീവ്, പ്രപ്പോസിഷൻ, ടെൻസസ് ഒക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്തു വെച്ച് നോക്കാറുണ്ട്. അപ്പൊ എപ്പോഴും പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആകുമ്പോഴേക്കും ഞാൻ നിന്ന് പോവും. അതോടെ ഞാൻ എല്ലാം പൂട്ടിക്കെട്ടി വെക്കും. എനിക്ക് പറ്റുന്നില്ല. പ്രസന്റ് എല്ലാം സിമ്പിൾ ആണെന്നേ, പഠിപ്പിക്കുമ്പോ നമുക്കത് മനസ്സിലാവും. നിങ്ങൾ ക്ലാസ്സിൽ റിലാക്സ്ഡ് ആയിട്ട് ഇരുന്നാൽ മാത്രം മതി. ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഒന്നും ഇരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കൂൾ ആയിട്ടിരിക്കൂ, സംസാരിക്കും, എന്നോട് ക്യാഷ് ആയിട്ട് സംസാരിക്കൂ. ഓക്കെ, എനിക്കും ഗ്രാമർ പ്രശ്നമാണ് മാം. ഗ്രാമർ പ്രശ്നമാണല്ലോ, അതൊക്കെ ശരിയാക്കാം. എല്ലാ MT ക്ലാസ്സിലും ഇങ്ങനെ തന്നെയാ പറയുന്നത്. ഗ്രാമർ
ടെൻഷൻ ആണെന്നാ പറയുന്നത്. പക്ഷെ പഠിച്ചു വരുമ്പോൾ എല്ലാം ഓക്കെയാണ്, എല്ലാവർക്കും ഓക്കെയാണ്. ഇത്രയും സിമ്പിൾ ആയതുകൊണ്ട് എന്ത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് ആ ഒരു ടെൻഷൻ ഒന്നും വേണ്ട കേട്ടോ. ക്ലിയർ? പിന്നെ എന്തൊക്കെയുണ്ട് പറയൂ. നോർമല് വേറെ കാര്യങ്ങൾ പറയൂ. നമ്മുടെ സബ്ജക്ട് വൈസ് ഒന്നും പറയണ്ട. പിന്നെ എന്തൊക്കെയുണ്ട്? അവിടെ മഴയാണോ? നല്ല മഴയുണ്ടോ അവിടേക്ക്? ആ ഇപ്പൊ മഴയില്ല, കുറച്ച് നേരത്തെ ഉണ്ടായിരുന്നു. നേരത്തെ മഴയുണ്ടായിരുന്നു, ഇല്ല. ഓക്കെ. പിന്നെ എങ്ങനെയൊക്കെ പോകുന്നു? ക്ലാസ് എങ്ങനെയൊക്കെ പോകുന്നു? ക്ലാസ് കുഴപ്പമില്ല. പൊതുവെ എന്താണ് ഇപ്പൊ പറയുന്നുണ്ടോ നമ്മുടെ സ്റ്റുഡൻസ് ഇപ്പൊ നല്ല ആക്റ്റീവ് ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഓക്കെ മാം. നമ്മൾ മാറി വന്നിട്ടുണ്ട്, പണ്ടത്തെ പോലെ അല്ല നിങ്ങള്. ഓക്കെ, കുറച്ചു പേരൊക്കെ ആബ്സെന്റ് ആണോ ക്ലാസ്സില്? പറയൂ. അതെ മാം, കുറച്ചു പേര് ആബ്സെന്റ്. കുറച്ചു പേര് ആബ്സെന്റ് ആണ്. ഓക്കെ, സോ നമുക്ക് സൈൻ ഔട്ട് പറഞ്ഞാലോ? സൈൻ ഔട്ട് ആരാ പറയാം? സൈൻ ഔട്ട് ആരുമില്ല. ഇടയ്ക്ക് സൈൻ ഔട്ട് ക്ലാസ്സിൽ കയറുന്നവർ അങ്ങനെ പറയാണ് നമ്മൾ ചെയ്യാറ്. അപ്പോ ഞാൻ പറയാമോ? ഇന്ന് മാമിന്റെ ക്ലാസ്സിൽ ഫസ്റ്റ് പ്രിപ്പോസിഷനായ അറ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. നമ്മൾ അത് അത്യാവശ്യം നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഡൗട്ടൊക്കെ പിന്നീട് ക്ലിയർ ചെയ്യാം. പിന്നെ പഠിച്ച് ക്ലിയർ ആയിക്കോളും എന്നാണ് മാം പ്രോമിസ് തന്നിട്ടുള്ളത്. മാമിന്റെ ക്ലാസ് വളരെ നന്നായിരുന്നു. താങ്ക് യു മാം. താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ടൈം. താങ്ക് യു. മോക്ക് ടെസ്റ്റ് ഒന്നും പെൻഡിങ് ഇല്ലല്ലോ? അഡ്ജക്റ്റീവ് ആഡ്വർബിന്റെ മോക്ക് ടെസ്റ്റ് വന്നു. നോട്ട്സ് ഒന്നും പെൻഡിങ് ഇല്ലല്ലോ? ക്ലിയർ അല്ല എല്ലാവരും? ഓക്കെ, എന്തെങ്കിലും അങ്ങനെ പെൻഡിങ് ഉണ്ടെങ്കിൽ എന്നോട് പറയണം കേട്ടോ. ചിലപ്പോൾ ഞാൻ വിട്ടുപോയതാകാം, അല്ലെങ്കിൽ ടെക്നിക്കൽ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് വരുന്നതാകാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് ഓപ്പൺ ആയിട്ട് എന്നോട് തന്നെ പറയാം. ക്ലാസ്സിൽ എന്തെങ്കിലും പ്രോബ്ലം ക്ലാസ്സിൽ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലും അതെല്ലാം പറയാം കേട്ടോ, ഇംഗ്ലീഷ് ക്ലാസ്സിൽ. ഓക്കെ, so thank you all. See you in the next class. Okay, bye.